ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തോളമായി നമ്മളൊരു പുതിയൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 200 സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെയുള്ള തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണുക. ഹായ്, നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്മലയിലേക്കാണ് പോകുന്നത്. റോസ്മല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിന് അടുത്തുള്ള സ്ഥലമാണ് റോസ്മല. റോസ്മല പോകാനായിട്ട് വന്ന സമയത്ത് കണ്ടൊരു അടിപൊളി ഒരു സ്ഥലമാണിത്. കണ്ട, അടിപൊളിയല്ലേ? പൊളിയേ പൊളി. പിന്നെ നല്ല വെയിലാണെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടോ ഈ സ്ഥലം? വന്നിട്ടുണ്ടോ? എവിടെ അമ്പലം? ഏതമ്പലം? കുളത്തൂപ്പുഴ. ഏതമ്പലം? അയ്യപ്പൻ്റെ ഏതമ്പലം? അതെ, കുളത്തൂപ്പുഴ ഏതമ്പലം എന്ന് എനിക്ക് അറിയത്തില്ല സ്ഥലം, അതുകൊണ്ടല്ലേ ചോദിച്ചാ. അപ്പോൾ വണ്ടി അവിടെ ഇരിക്കുന്നു. അപ്പം പോവാം. അപ്പോൾ നേരെ റോസ്മല. ഗോകുലിന് ബിരിയാണി ഇഷ്ടപ്പെട്ടായിരിക്കാം, പക്ഷേ എനിക്ക് ബിരിയാണി ഇഷ്ടമായില്ല. കാരണം അതിന് ഉപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിരിയാണി ഇഷ്ടമല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും റോസ്മലയിലേക്കുള്ള യാത്ര തുടങ്ങി. റോസ്മലയിലേക്ക് ആരും പഴയ ആ ഒരു എന്താ പറയാനാ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങോട്ടൊരു വരേണ്ട. റോസ്മലയിലേക്കുള്ള റോഡെല്ലാം സിമെൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. റോസ്മലയിലേക്കുള്ള യാത്ര പണ്ടത്തേക്കാളും എന്താ പറയുക സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയൊക്കെ ട്രാവൽ ചെയ്താണ് റോസ്മലയുടെ മുകളിലെത്തുന്നത്. അത് ഒരു ഫീല് തന്നെയാണ്. കാരണം ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെ ഏകദേശം ഉയരങ്ങളിലെത്തുമ്പോൾ അതൊരു പ്രത്യേകതരം ഫീൽ തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉയരങ്ങളിലെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, പെട്ടെന്ന് ഉയരങ്ങളിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തമ്മിലുള്ള ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ. KL16V 3220 സിബി ആറ്റിങ്ങൽ. ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനിൽ നമ്മുടെ വണ്ടിയുടെ നമ്പരും പേരും സ്ഥലവും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് കടത്തിവിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ
മലയുടെ ഏകദേശം ഒരു പകുതിയോളം താണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങോട്ടാണ് അളിയെ പോകണ്ട? റോസ് മലയിലേക്ക്. യെസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അപ്പോൾ ഇനി മുതൽ നീ ഡ്രൈവ് ചെയ്താൽ മതി, ഞാൻ ബാക്കിലിരിക്കാം. അതായിരിക്കും കുറച്ച് നല്ലത്. നീ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഡ്രൈവിങ് തോന്നുന്നില്ല, നീ തന്നെ ചെയ്താൽ മതി. ഈ കാടിന് നടുവിലൂടെയുള്ള ഈ ഒരു ബൈക്ക് യാത്ര ഒരു രക്ഷയുമില്ല, ഒരു വല്ലാത്ത ഫീലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ചീവീടുകളുടെ ബഹളവും പിന്നെ എന്ത് പറയുക കാട്ടിലെ പക്ഷികളുടെ ഒരു ബഹളവും എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു വൈബാണ്. വഴിതെറ്റിയോ? ഉറപ്പാണോ? ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അന്ന് ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നല്ലേ. ഓക്കെ, ഞാൻ പോകാം. ഒന്നുമില്ലല്ലോ. എൻ്റെ മാമൻ്റെ കൂടെ ചോദിച്ചു. ഇത് നമ്മുടെ സീനിലേ ഇല്ലാത്ത സാധനങ്ങളല്ലേ? കുഴപ്പമില്ല, വഴി ചോദിക്കാം. റോസ് മലയിലേക്കുള്ള വഴിയാണ്. അപ്പുറത്തൂടെയാണ്. ഏകദേശം നമ്മളെ ഗോകുൽ വഴിതെറ്റിച്ചു. അങ്ങനെ വഴിതെറ്റിച്ച് ഗോകുൽ തന്നെ റോസ്മലയിലേക്കുള്ള ശരിയായ വഴി കണ്ടെത്തി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ റോസ്മലയിൽ എത്തിക്കഴിഞ്ഞു. റോസ്മലയിൽ എത്ര രൂപയാണ് ടിക്കറ്റ്? 2 ക്യാമറയായിട്ടാണ് വന്നത്. അതിലൊന്ന് കാനോണിൻ്റെ M50, അത് ഗോകുൽ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഒന്ന് ഗോപ്രോ, അതിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഗോകുൽ ആ ഫേസ് ഒന്ന് കാണിക്കാം. റോസ്മലയിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പരപ്പാർ ഡാമിലെ ചെറിയ ദ്വീപുകൾ കാണാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടേക്കുള്ള ഡ്രൈവാണ്. ഇതുവഴിയുള്ള ആ ഒരു ചെറിയ ഓഫ് റോഡ് റൈഡും പിന്നെ ആ കാടിന് നടുവിലൂടെയുള്ള ആ ചെറിയ യാത്രയും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെ റോസ്മലയോട് വിട പറയാൻ സമയമായി. അപ്പോൾ ബൈ ബൈ റോസ്മല. അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത ഒരു വീഡിയോയ്ക്കുള്ള പ്രചോദനം. അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.